എസ് കെ സജീഷ്, ഇപ്പോൾ ഒന്നാം സ്ഥാനം ഞങ്ങൾക്കായിരിക്കും, ഞങ്ങൾ ജയിക്കുമെന്ന് മൂന്ന് മുന്നണികളും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. ആർക്കാണ് മൂന്നാം സ്ഥാനം എന്നാണ് CPM കരുതുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെ കാര്യമാണ് നമ്മൾ ഇൻട്രോയിൽ മനസ്സിലായി. നമ്മൾ ഇൻട്രോയിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം പറയുന്നു. പക്ഷേ അതിൽ നമ്മൾ ആദ്യം പാലക്കാട് ചർച്ചയ്ക്കെടുക്കുന്നു. പാലക്കാട് ചർച്ചയ്ക്കെടുക്കാൻ കാരണം എന്താണ്? പാലക്കാട് നേരത്തെ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രചാരണത്തിന്റെയും എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും മുന്നിലേക്ക് കടന്നു വന്നു. അവിടെ വിജയസാധ്യതയിലേക്ക് വരികയും വിജയം തങ്ങളുടെ പക്ഷത്താണ് എന്ന് ഉറപ്പിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമാകുന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാടും മറ്റുമെല്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടെണ്ണലിന്റെ തലേന്ന് ഈ അവസാന മണിക്കൂറിലെ ചർച്ചയിൽ മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും അങ്ങനെയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ വിജയമാണ്. ആ വിജയത്തിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ ആ വിജയം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞു. അവിടെ കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമുക്കറിയാം, വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ KPCC സെക്രട്ടറി മുതൽ ഇങ്ങോട്ടുള്ള എത്ര ആളുകളാണ് DCC ജനറൽ സെക്രട്ടറിമാർ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി, ദളിത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ തുടങ്ങി 10-ലധികം പേരാണ്, ഏതാണ്ട് ഒരു ഡസൻ ആളുകളാണ് കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ രാജിവെച്ച് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം. ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രവർത്തകരുടെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പോലും അത് തെരഞ്ഞെടുപ്പിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായിരിക്കും. ആ അസ്വസ്ഥത ചെറിയ തോതിലല്ലല്ലോ, നേതാക്കന്മാർ തന്നെയാണ് കൂട്ടത്തോടെ ഇവരുടെ ഈ ധിക്കാരപരമായ നിലപാടിനെതിരായി, അതുപോലെ തന്നെ അവിടെ രൂപപ്പെട്ടു വന്ന BJPക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യമെല്ലാം വോട്ടിൽ പ്രതിഫലിക്കും. അത് എല്ലാത്തിനും അപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന്റെ വിജയത്തിലേക്ക് എത്തും. അതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ശരി, ഇടതുപക്ഷം വിജയിക്കും. അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആരാണ് സജീഷ്? മൂന്നാം സ്ഥാനത്ത് BJP മൂന്നാം സ്ഥാനത്തേക്ക് വരും എന്ന് തന്നെയാണ് നേരത്തെയും ഞങ്ങൾ പറഞ്ഞത്. കാരണം BJP മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥി P. സരിൻ അല്പം മുമ്പ് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞത് മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് എന്നാണ്. അല്ല, ഒരുപക്ഷെ കോൺഗ്രസിലെ ഈ പടലപ്പിണക്കങ്ങളെല്ലാം ആ നിലയിൽ പ്രതിഫലിച്ചാൽ 2-3 സ്ഥാനം ആർക്ക് എന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തും BJPക്കകത്തും ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മളിപ്പോൾ ഇരുന്ന് ഇത്രയും സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ലൈവ് ആരംഭിക്കുന്ന 5 മണി മുതൽ ആരംഭിക്കുന്നു. 8:30 മണിയോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തൊട്ട് തലേന്നുള്ള ഈ രാത്രിയിൽ നമ്മൾ ഇങ്ങനെ അതിസൂക്ഷ്മമായി പോകുന്നതിലൊക്കെ വലിയ പ്രശസ്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കണക്കുകൂട്ടലുണ്ടാവുമല്ലോ സജീഷ്, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഉണ്ടാകുമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. ഈ നഗരസഭയിൽ പറഞ്ഞതുപോലെ ഏറ്റവും കുറവ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന നഗരസഭയിലാണ് 67%, പിരായിരിയിൽ 70.26%, മാത്തൂരിൽ 78%, കണ്ണാടിയിൽ 76%. അങ്ങനെയാണല്ലോ. നഗരസഭയിൽ 67% എന്ന് പറയുമ്പോൾ നേരത്തെ സരിൻ പറഞ്ഞ കണക്ക് പ്രകാരം അവിടെ BJPക്ക് സ്വാധീനമുള്ളതാണ് നഗരസഭയിൽ. അപ്പോൾ നഗരസഭയിൽ 3000 വോട്ടിന്റെ ലീഡ് BJPക്ക് കിട്ടും എന്ന് പറയുന്നു. ബാക്കി അതിന് തൊട്ട് താഴെയായി LDFനാണ് നഗരസഭയിൽ നിന്ന് വോട്ട് കിട്ടുക എന്നാണ് പറയുന്നത്. ഈ അവകാശവാദത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? അല്ല, നഗരസഭയ്ക്കകത്ത് പരിശോധിച്ചാൽ കാണുന്ന ഒരു കാര്യം, നഗരസഭയുടെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളെല്ലാം വളരെ ദയനീയമായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജനങ്ങളാകെ, പാലക്കാട് മണ്ഡലത്തിലല്ല കേരളത്തിലെ ജനങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു നഗരസഭ വളരെ ശോച്യാവസ്ഥയിലാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അത് അനുഭവിക്കുന്നവർ സ്വാഭാവികമായും BJPക്കെതിരായ ഒരു നിലപാട് അവിടെ സ്വീകരിക്കപ്പെടും. അങ്ങനെ സ്വീകരിക്കപ്പെടുന്നത് മാത്രവുമല്ല, BJPയിൽ തുടക്കം മുതൽ നഗരസഭാ കാര്യാലയത്തിന്റെ മുമ്പിൽ വരെ ആദ്യഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സ് വരുന്നതും അത് കത്തിക്കപ്പെടുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതെല്ലാം BJP നേരിട്ട് നഗരസഭയ്ക്കുള്ളിലാണ്.
അവർ കാര്യമായി ഉള്ളതും നഗരസഭയിലാണ്, അവർ പ്രശ്നങ്ങൾ നേരിട്ടതും നഗരസഭയ്ക്കുള്ളിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് ഭിന്നിച്ചു പോയ പലരും പ്രശ്നങ്ങളുണ്ടായത് പലരും നഗരസഭയുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. നഗരസഭയിൽ അത് മാത്രവുമല്ല, ഒരു നഗരം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരത്തെ അവിടെ MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടക്കാതെ പോയ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉയർന്നു വന്നു. ഇവിടെ സരിനൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് അതിനെയെല്ലാം സമീപിച്ചത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാകുന്നതുകൊണ്ടാണ് ഞാൻ അത് ആവർത്തിച്ച് ചോദിക്കുന്നത്. കാരണം ഈ നഗരസഭയിൽ 3000 വോട്ടിനെങ്കിൽ ലീഡ് BJPക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ LDFന് കിട്ടുന്ന കണക്കുകളും പറയുന്നു. നഗരസഭയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം നേരത്തെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹവുമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞ കണക്കുകളുമെല്ലാം നേരത്തെ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാനും കേട്ടിട്ടുണ്ട്. അത് അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ആ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അത് ഞാനീ പറഞ്ഞ ഘടകങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വന്ന കാര്യങ്ങൾ, വികസന പ്രശ്നങ്ങൾ മാത്രവുമല്ല, അവിടെ ഈ ശ്രീധരനെ പോലെയുള്ള ഒരു വ്യക്തി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് ഒരു വികസന താല്പര്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഇപ്പം നമുക്കറിയാം, വട്ടിയൂർക്കാവ് ഞങ്ങൾ ഇതുപോലെ 3ാം സ്ഥാനത്തായിരുന്നല്ലോ. കോൺഗ്രസ് ഇതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയിട്ടാണല്ലോ 3ാം സ്ഥാനത്തുള്ള ഞങ്ങൾ പിന്നീട് അവിടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ കോന്നിയിൽ ഉൾപ്പെടെ ഉണ്ടായ വിജയം അങ്ങനെയാണല്ലോ. ഞങ്ങൾ വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്? വികസനം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് 1.5 വർഷം മാത്രം നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ ഭരണപക്ഷത്ത് നിന്ന് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയും എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ടാകും. മറ്റാരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ഈ 1.5 വർഷം കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകും. അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ എല്ലാം വോട്ട് സമാഹരിക്കാൻ വേണ്ടി കഴിയും. ആ ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിജയം മുന്നോട്ട് വെക്കുന്നത്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നിൽ ചേലക്കര ഞങ്ങളുടെ സുരക്ഷിതമായ ഒരു മണ്ഡലമാണ്. മണ്ഡലമാണ്, അത് നിലനിർത്തണം. ലക്ഷ്യം അതാണ്. രണ്ടാമത്തേത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിനകത്ത് നല്ല രാഷ്ട്രീയ പോരാട്ടമുണ്ടാക്കി ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. പാലക്കാട് പിടിച്ചെടുക്കാനും കഴിയണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.